Hello students, welcome to the third session of our second module, and today we will be doing some problems based on friction. And the first question is, a block weighing 500 newtons just starts moving down a rough inclined plane when supported by a force of 200 newton acting parallel to the plane in upward direction. The same block is on the verge of moving up the plane when pulled by a force of 300 newton acting parallel to the plane. Find the inclination of the plane and the coefficient of friction between the inclined plane and the block. എന്താണ് സംഭവം? നമ്മുടെ കയ്യിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട് അല്ലേ? ദർ ഈസ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് ദ ഇൻക്ലിനേഷൻ ഈസ് അൺനോൺ. തീറ്റ, ലെറ്റ് ഇറ്റ് ബി തീറ്റ. ആൻഡ് വി ഹാവ് ഗോട്ട് എ ബ്ലോക്ക് ഓഫ് 500 Newton and its weight acting downwards 500 Newton. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 200 Newton എന്നുള്ളൊരു ഫോഴ്സ് അപ്വേർഡ് ആക്ടിങ് പാരലൽ ടു ദ പ്ലെയിൻ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഇങ്ങനെ ആകുമ്പോൾ ദിസ് ബ്ലോക്ക് ടെൻസ് ടു മൂവ് ഡൗൺവേർഡ്. അതായത് എന്താണ്, ദ സെയിം ബ്ലോക്ക് ഈസ് ഓൺ ദ ബ്ലോക്ക് വെയിങ് സ്റ്റാർട്ട്സ് മൂവിങ് ഡൗൺ അല്ലേ, മൂവിങ് ഡൗൺ. 200 Newton പാരലൽ ആയിട്ടുള്ള പ്ലെയിന് പാരലൽ ആയിട്ടുള്ള ഒരു 200 Newton ഫോഴ്സ് അപ്വേർഡ് വലിച്ചാൽ ഈ ബ്ലോക്ക് താഴേക്ക് വരാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ടെൻസ് ടു മൂവ് ഡൗൺവേർഡ്സ്. പക്ഷെ സെയിം കേസിൽ നമ്മൾ 300 Newton ആണ് അപ്ലൈ ചെയ്തെങ്കിൽ, 300 Newton ആക്ടിങ് പാരലൽ ടു ദ പ്ലെയിൻ, ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു മൂവ്. ഇറ്റ്സ് ഇമ്പെൻഡിങ് മോഷൻ ഈസ് ടുവേർഡ്സ് അപ്വേർഡ്. അത് മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 300 Newton അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. 200 Newton ആണെങ്കിൽ അത് താഴേക്കാണ് മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീറ്റയും കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂവും കാണണം. തീറ്റ ആൻഡ് മ്യൂ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സിനാരിയോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ റഫ് ഇൻക്ലൈൻ പ്ലെയിൻ ആയതുകൊണ്ട് എന്തായാലും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് കേസും, ആദ്യത്തെ ഒരു കേസ് ഇങ്ങനെ എഴുതാം. അതായത് തീറ്റ എന്നുള്ളൊരു ആംഗിൾ ഉണ്ട്, ആൻഡ് ഐ ഹാവ് എ ബ്ലോക്ക് ഹിയർ, ആൻഡ് ദ ബ്ലോക്ക് വെയിറ്റ് ഈസ് ലൈക്ക് W vertically downwards and a force 200 Newton parallel to the plane. Okay, naturally the motion is towards downward. മോഷൻ താഴേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് മുകളിലേക്കായിരിക്കും. F1 ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കുക. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ലിമിറ്റിംഗ് കേസാണ്, ഫ്രിക്ഷൻ ലിമിറ്റിംഗ് കേസാണ്. കാരണം മോഷൻ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ദർ വിൽ ബി എ പെർപെൻഡിക്കുലർ എന്താണ് നോർമൽ റിയാക്ഷൻ എപ്പോഴും ഉണ്ടാവും. അത് പെർപെൻഡിക്കുലർ സർഫസ് ആയിരിക്കും. അപ്പോൾ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് സിഗ്മ, അതായത് എക്സ് ഡയറക്ഷൻ ഇങ്ങനെ എടുക്കാം. സപ്പോസ് എക്സ് ഡയറക്ഷൻ ഇങ്ങനെ എടുക്കാം, വൈ ഡയറക്ഷൻ ഇങ്ങനെ എടുക്കാം, റിലേറ്റീവ്. അപ്പോൾ എക്സ് ഡയറക്ഷൻ സിഗ്മ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 0, സിഗ്മ എഫ് ഓഫ് വൈ ഷുഡ് ബി ഈക്വൽ ടു 0. ഈ രണ്ട് കേസസ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ ബെറ്റർ നമുക്ക് സിഗ്മ എഫ് ഓഫ് വൈ 0 എഴുതാം. സിഗ്മ എഫ് ഓഫ് വൈ 0 എഴുതാം. കാരണം എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫോഴ്സസാണ് ഉള്ളത്? ഒന്ന് നോർമൽ റിയാക്ഷൻ ഉണ്ട്, രണ്ടാമത്തെ ഏതാ, ഈ വെയ്റ്റിൻ്റെ നോർമൽ കോമ്പണൻറ്റ് താഴേക്കുണ്ട് അല്ലേ. അതെന്തായിരിക്കും? W cos θ ആയിരിക്കും. അപ്പോൾ വെയ്റ്റ് മുകളിലേക്ക്, W cos θ താഴേക്ക്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ N minus W cos θ is equal to 0, or N equal to W cos θ, that is N equal to W is 500 അല്ലേ. W 500 ആണ്, 500 Newton അല്ലേ. ക്വസ്റ്റ്യൻ 500 എന്നല്ല. ഓക്കെ, 500 Newton, 500 cos θ. ഇതൊരു ഇക്വേഷൻ അവിടെ വെക്കുക. തീറ്റ അൺനോൺ, N അൺനോൺ. അപ്പോൾ അവിടെ വെക്കുക. ഇനി സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? 200 Newton, എക്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ്. 200 Newton മുകളിലേക്കുണ്ട്, പോസിറ്റീവ്. അഗെയിൻ ഫ്രിക്ഷൻ 1 എന്നുള്ളത് അഗെയിൻ മുകളിലേക്ക് പോസിറ്റീവ്. താഴേക്ക് എന്താ ഉള്ളത്?
ഡബ്ല്യൂയിൽ ഒരു ഡബ്ല്യു സൈൻ തീറ്റ എന്നതിൻ്റെ ഒരു കോമ്പണൻറ്റ് ഡബ്ല്യു സൈൻ തീറ്റ ഉണ്ട്. ഈ ഡബ്ല്യു സൈൻ തീറ്റ കാരണമാണ് ഇത് താഴേക്ക് വരാൻ സാധ്യത. കാരണം വെയിറ്റിൻ്റെ കോമ്പണൻറ്റ് ഉണ്ടായിരിക്കും അത് താഴേക്ക് വരാൻ സാധ്യത. അല്ലെങ്കിൽ അത് മുകളിലേക്കല്ലേ ഇപ്പോൾ വലിക്കുന്നത്. 200 ന്യൂട്ടൺ വെച്ച് മുകളിലേക്ക് വലിക്കുന്നുണ്ട്. പക്ഷേ മുകളിലേക്ക് വരുന്നില്ല, താഴേക്കാണ് വരുന്നത്. താഴേക്ക് വരാനുള്ള കാരണം ഡബ്ല്യു സൈൻ തീറ്റ നല്ല കോമ്പണൻ്റ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ F1 പ്ലസ് 200 മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലേ? അല്ലെങ്കിൽ F1 മൈനസ് ഡബ്ല്യു 500 സൈൻ തീറ്റ പ്ലസ് 200 ഈക്വൽ ടു 0. അതെവിടെ വെക്കാം? അത് രണ്ടാമത്തെ ഇക്വേഷനാണ്. ഓക്കെ സ്റ്റുഡൻസ്, നമുക്കറിയാം F1 ബൈ N ഈസ് ഈക്വൽ ടു മ്യൂ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് F1. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ, വിച്ച് ഗീവ്സ് F1 ഈക്വൽ ടു മ്യൂ N. പക്ഷേ ഇക്വേഷൻ 1 നമ്മൾ ഇംപ്ലൈ ചെയ്യുമ്പോൾ, അതായത് N ഈക്വൽ ടു 500 കോസ് തീറ്റ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു 500 കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? 500 കോസ് തീറ്റ. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് F1 പകരം എഴുതാം മ്യൂ 500 കോസ് തീറ്റ മൈനസ് 500 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഒരു 200 ഉണ്ട്, പ്ലസ് 200 ഈക്വൽ ടു 0. അല്ലെങ്കിൽ 200 മൈനസ് 500 സൈൻ തീറ്റ ഈസ് പ്ലസ്. ഓക്കെ, ഇത് അങ്ങനെ തന്നെ വെച്ചാൽ മതി, അങ്ങനെ തന്നെ വെക്കാം. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ മാറ്റാം, അറേഞ്ച്മെൻറ്റ് മാറ്റാം. അപ്പോൾ യു കീപ് ദിസ് ഇക്വേഷൻ ആസ് ഇറ്റ് ഈസ്. ഓക്കെ, അല്ലെങ്കിൽ 200 ഈസ് ഈക്വൽ ടു 500 സൈൻ തീറ്റ മൈനസ് മ്യൂ 500 കോസ് തീറ്റ. ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇതെങ്ങനെ വെക്കാം? ഇത് ഇക്വേഷൻ 4 എന്ന് കേട്ടോ, ഇക്വേഷൻ 4. നമ്മൾ അടുത്ത കേസിലേക്ക് പോകും. അടുത്ത കേസ് എന്ന് വെച്ചാൽ അഗെയിൻ തീറ്റ ഇൻക്ലിനേഷൻ തന്നെയാണ്. സെയിം ബ്ലോക്ക് 500 താഴേക്ക്, സെയിം ഒരു എന്തുണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഈ ആംഗിൾ തീറ്റ തന്നെയാണ്. മുകളിലേക്ക് എന്തുണ്ട്, 300 ന്യൂട്ടൺ ഉണ്ട്. impending motion is towards this direction. Motion is towards upward direction. Therefore, the friction F2 will be towards downward direction. അല്ലേ? F2 ഈ കേസിലുള്ള ഫ്രിക്ഷൻ F2 അതിൻ്റെ ഡയറക്ഷൻ താഴേക്കാണ്, കാരണം മോഷൻ മുകളിലേക്കാണ്. അപ്പോൾ എക്സ് ഡയറക്ഷൻ ഇങ്ങനെയും വൈ ഡയറക്ഷൻ ഇങ്ങനെയും എടുത്തു കഴിഞ്ഞാൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0. സിഗ്മ എഫ് ഓഫ് വൈ എന്നുള്ളത് അഗെയിൻ എൻ മൈനസ് 500 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. കാരണം വെയിറ്റിൻ്റെ എൻ ഉണ്ട്. ഏതൊക്കെ വെയിറ്റ്? എൻ മുകളിലേക്കുണ്ട്, 500 കോസ് തീറ്റ താഴേക്കുണ്ട്, 500 സൈൻ തീറ്റ എക്സ് ഡയറക്ഷനിൽ നെഗറ്റീവ് ഡയറക്ഷനിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഗെയിൻ എൻ ഈക്വൽ ടു എന്താണ്? 500 കോസ് തീറ്റ തന്നെയാണ്. എൻ ഈക്വൽ ടു 500 കോസ് തീറ്റയാണ്, അതിൽ മാറ്റമൊന്നുമില്ല, അത് അവിടെ തന്നെ വെക്കാം. ഓക്കെ, ഇനി സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ വി ഹാവ് 300 ന്യൂട്ടൺ അപ്വേർഡ്. ബാക്കി F2 താഴേക്കാണ്, 500 സൈൻ തീറ്റയും താഴേക്കാണ്. ഇങ്ങനെയാണ് വരിക. 500 സൈൻ തീറ്റ ഉണ്ട്, F2 താഴേക്കുണ്ട് അല്ലേ? F2 ഉണ്ട്, 500 സൈൻ തീറ്റ ഉണ്ട്, 300 മാത്രമാണ് മുകളിലേക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ F2 ബൈ N ഈസ് അഗെയിൻ മ്യൂ, ഓർ F2 can be written as mu N, and N can be written as from this particular equation 500 cos theta. 500 cos theta. Mu 500 cos theta. So 300 minus mu 500 cos theta is mu 100
mu 500 cos theta minus 500 sin theta equal to 0, or 300 is equal to mu 500 cos theta plus 500 sin theta. അല്ലേ? So keep this equation as number 5. അപ്പോൾ ഇക്വേഷൻ 4 നോക്കുക. ഇവിടെയുള്ള ഈ കേസിൽ ഇക്വേഷൻ 4 എന്താണ്? 200 ഈക്വൽ ടു 500 സൈൻ തീറ്റ മൈനസ് മ്യൂ 500 കോസ് തീറ്റ. ഇവിടെ 300 ഈക്വൽ ടു മ്യൂ 500 കോസ് തീറ്റ പ്ലസ് 500 സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ആഡ് ഇക്വേഷൻ 4 ആൻഡ് 1. ഇക്വേഷൻ 4ഉം ആൻഡ് 5 എന്ന് ആഡ് ചെയ്താൽ ടോട്ടൽ എന്ത് കിട്ടും? RHSൽ 500 കിട്ടും അല്ലേ? 300 പ്ലസ് 200. ഇവിടെ മ്യൂ 500 കോസ് തീറ്റ പോസിറ്റീവ്, 500 സൈൻ തീറ്റയും പോസിറ്റീവ്. ഇവിടെ മ്യൂ 500 സൈൻ തീറ്റ പോസിറ്റീവ്, പക്ഷേ മ്യൂ 500 കോസ് തീറ്റ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് എന്താണ്? 500 സൈൻ തീറ്റ, 500 സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് കിട്ടുക 1000 സൈൻ തീറ്റ കിട്ടും. 1000 സൈൻ തീറ്റ എന്ന് വെച്ചാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഹാഫ് കിട്ടും. ഹാഫ് കിട്ടും. സോ സൈൻ തീറ്റ ഹാഫ് മീൻസ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ഹാഫ്. That means theta equal to 30 degree. കിട്ടി. So our equation, the value of inclination is theta degree. The plane is inclined with the horizontal at 30 degree. Okay. And what will be mu? Mu is f by n, right? F by n. So here to find mu, you just substitute this equation, the theta in this particular equation. So here theta is equal to 30 degree, theta 30 degree, here also theta 30 degree. And since this is an equation, a linear equation with single unknown, only unknown quantity is mu. So you can easily solve this equation. So you will get mu as some 0.11 around this value. You just write on your own. Okay, so you got the value of coefficient of friction, and you got the value of theta as 30 degree. So this is how you solve the problems in which the angle of inclination and coefficient of friction has to be found out. Okay, so the very important part of these kind of problems is identifying the data given in the problem, and just writing the equilibrium equation, that is sigma f of x equal to sigma 0, sigma f of y equal to 0. Okay, over. The problem is half done. Okay, and now we'll move to another problem. So students, here what is the value of P in the system shown in this figure to cause the motion of 500 Newton block to the right side? The 500 Newton block should be moved to the right side. Assume the pulley is smooth and the coefficient of friction between other contact surface is 0.20. Okay, so we have two different blocks, and these blocks are connected over a pulley, and the 750 Newton weighing block is present on an inclined plane with the angle of inclination 60 degree, and 500 Newton block is pulled over by a particular force P, and P is inclined from the horizontal with an angle 30 degree. So you have to find out the minimum value of P that should be applied so that 500 Newton, this block moves towards right side, right side. So in order to solve this problem, we have to draw the free body diagram of both the blocks separately. Okay, suppose I draw this 500 Newton block. 500 Newton. If this 500 Newton block has got a weight 500 Newton downwards and a P at 30 degree. Okay, and a normal force, a normal reaction upward N, and a frictional force, since the body is moving rightwards, a frictional force F1 towards left. Okay, and another force here in this since
Since this is tied over with a rope or some, this is a rope, and naturally there will be a tension over this rope. Okay, a tension force will be acting, tensile force, tension in the rope. So we should accommodate that force also. For tension force, it will be acting opposite to direction of motion. Okay, opposite to the direction of motion, tensile force. Okay, these all are the force acting in the 500 Newton block. And if we take the 750 Newton block, main force is 750 downwards, and this angle, this normal reaction N will be acting, and it will be at an angle 60 degree. Actually, this tension force will be acting here also, T. Okay, tension in the rope, and since this block is moving upwards, അല്ലേ, ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതും റൈറ്റിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ്, ഫ്രിക്ഷൻ ഫോഴ്സ് F2 ഉണ്ടാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. റൈറ്റ്, ഇത്രയൊക്കെയുള്ള വേറെന്താ ഫോഴ്സ് ഉള്ളത്? ഓക്കെ, ഇത്രയും ഫോഴ്സാണ് ഇതിലുള്ളത്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക, ഇതിലൊരു അൺനോൺ ഫോഴ്സ് എക്സ്ട്രാ, ഒരു ഫോഴ്സ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് എണ്ണത്തിൽ ഫോഴ്സ് കുറവ് ഇതിലല്ലേ ഫോഴ്സ് കുറവ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെറ്റർ ഇത് ഒന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇത് F2 എടുത്തോ, ഇത് F1 എടുത്തോ, ഇത് N1 N2. N1 N2 ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണെങ്കിൽ വി വിൽ ഗോ വിത്ത് ദിസ് വൺ ഫസ്റ്റ്. ഓക്കെ, ഒന്നാമത്തേതിൽ സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കണം. അപ്പോൾ ഈ കേസിൽ ഞാൻ വൈ ഈ ഡയറക്ഷനിലും എക്സ് ഈ ഡയറക്ഷൻ, എക്സ് വൈ. അപ്പോൾ എഫ് ഓഫ് വൈ എടുക്കുമ്പോൾ ഇവിടെ വരിക, വി വിൽ ഗെറ്റ് 750 cos 60 താഴേക്ക്, അല്ലേ, 750 cos 60 താഴേക്ക് 750 sin 60 ഇങ്ങനെ, അല്ലേ. അങ്ങനെയാണെങ്കിൽ 750 cos 60 is equal to N1. Okay, so cos 60 is half, so N1 we will get 375 Newton. So you keep it there, and you know that F1 will be mu N1, and mu is given as how much? Mu is 0.20. So 0.2 into 375 Newton. Sorry, 0.2. So it will be 0.2 into 375 Newton. That will be some 70 Newton, right? 70 Newton. No, not 70, 75 Newton. 75 Newton. And you will get the sigma f of x equal to 0. You will get the equation. X direction ഏതൊക്കെയാണുള്ളത്? ഒന്ന് ടെൻഷൻ മുകളിലേക്ക്, 750 sin തീറ്റ താഴേക്ക്, F1 താഴേക്ക്, ഇത്രയും ഫോഴ്സസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ യു വിൽ റൈറ്റ് ആസ് T1 മൈനസ് 750 sin 60 താഴേക്ക് മൈനസ് F1 എന്ന് വെച്ചാൽ എത്ര? 75 Newton താഴേക്ക് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ T 724.52 എങ്ങാണ്ട്, 724.52 Newton. ഇങ്ങനൊരു വാല്യൂ ആണ് വരിക, ഇങ്ങനൊരു വാല്യൂ. ഓക്കെ, അപ്പോൾ ടെൻഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടെൻഷൻ കിട്ടിയതുകൊണ്ട് നമ്മൾ അടുത്തതിലൊക്കെ പോകുമ്പോൾ ഈ ടെൻഷൻ്റെ വാല്യൂ നമുക്ക് നോൺ ആണ്. ടെൻഷൻ സെയിം ആയിരിക്കും. 724. എത്രയാണ്? 724.52. ഈ വാല്യൂ നമുക്ക് നോൺ ആണ്. ഇനിയിപ്പോൾ സെക്കൻഡിൻ്റെ കേസിൽ നമ്മൾ എടുക്കുമ്പോൾ അഗെയിൻ സെക്കൻഡിൻ്റെ കേസിൽ സെയിം സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അതിൽ എക്സും വൈയുടെ ഡയറക്ഷൻ ഇതാണ് വൈ, ഇതാണ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുക്കാം. അപ്പോൾ ഇതിൽ എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ N2 ഉണ്ട്, മുകളിലേക്ക് 500 Newton താഴേക്കുണ്ട്. പക്ഷേ അതിനൊപ്പം ഈ പിയുടെ കോമ്പണൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു പി സൈൻ 30 മുകളിലേക്കുണ്ട്, പി കോസ് 30 റൈറ്റിലേക്കുണ്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലേക്ക് 724 ഉണ്ട്, F2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക,
സിഗ്മ എഫ് ഓഫ് ഐ എഴുതുമ്പോൾ n2 മുകളിലേക്ക് -500 താഴേക്ക് മുകളിലേക്ക് p sin 30 ഉണ്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അതേപോലെ എക്സ് എഴുതുമ്പോൾ -724.52 ലെഫ്റ്റിലേക്കുണ്ട്, -f2 ലെഫ്റ്റിലേക്കുണ്ട്, റൈറ്റിലേക്ക് ഏതാണുള്ളത് p cos 30. സോ ഇതിൻ്റെ സമം 0 ആവണം അല്ലേ? ഇത്രയും ഫോഴ്സല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ, പിന്നെ ഈ ഇക്വേഷനിൽ ഓക്കെ നമ്മൾ എവിടെ എത്തി? നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ഇക്വേഷനിൽ ലൈക്ക് n2 എങ്ങനെ എഴുതാം? n2 ഈക്വൽ ടു 500 മൈനസ് p sin 30, 500 മൈനസ് p sin 30 എന്ന് എഴുതാം. p sin 30 എന്ന് വെച്ചാൽ പോയിന്റ്. ഓക്കെ, ഇത് ഇത്ര എഴുതാം, n2 ഇങ്ങനെ എഴുതാം. ഓക്കെ, പക്ഷേ f2 എന്നുള്ളത് μn2 ആണ്. അപ്പോൾ മ്യൂ എന്ന് വെച്ചാൽ 0.2 ടൈംസ് 500 മൈനസ് p sin 30 എന്ന് എഴുതാം. f2 റൈറ്റ്, f2 ഇങ്ങനെ എഴുതാം. ഇനി ഞാൻ ഈ f2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? അതായത് മൈനസ് p cos 30 എന്നുള്ളത് p cos 30 ഈസ് ഈക്വൽ ടു 724.52 പ്ലസ് f2 അല്ലേ? പ്ലസ് f2. അതിൽ 724.52 പ്ലസ് f2 പകരം എന്തെഴുതിയാൽ മതി? 0.2 ടൈംസ് 500 മൈനസ് p sin 30. 500 സോറി എന്തായിരുന്നു? 0.2 ടൈംസ് 500 മൈനസ് p sin 30. അപ്പോൾ അതാണ് p cos 30. ഓക്കെ, p cos 30 എന്ന് വെച്ചാൽ 724.52 plus 0.2 into 500 minus p sin 30. So what is the unknown in this particular equation? Only p. ഒറ്റൊരു അൺനോണേ ഉള്ളൂ, p എന്നുള്ള അൺനോൺ. ആ p എന്നുള്ള അൺനോൺ നിങ്ങൾക്ക് ഇക്വേഷൻ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ p will be obtained as 853.52 ന്യൂട്ടൺ എന്ന് കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get the value of ps. So this is the minimum pull required for that particular system of bodies to move rightwards. Okay, thank you.